ഇതാ പുതിയ അടവ്. മനസ്സിലായില്ല. പ്രേമലേഖനവുമായി ഇറങ്ങിയിരിക്കുകയാണ് ജീവിതേശ്വരിക്ക്. ആരാണ് നിങ്ങളുടെ ജീവിതേശ്വരി? നിങ്ങളല്ല, തീർച്ച. വാ, അത്രയ്ക്കായോ? എന്റെ ഹോസ്റ്റലിൽ കയറി എന്നോട് തന്നെ അനാവശ്യം സംസാരിക്കുന്നു. നിങ്ങളല്ലേ ഇപ്പൊ അനാവശ്യം പറഞ്ഞത്? ഇവരൊരു കവിത ട്യൂൺ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു. ഈ കുട്ടി അത് അങ്ങോട്ട് പാടി. അതിന് മാളൂട്ടി എന്തിനാ കലി തുള്ളണത്? മിണ്ടാതിരിക്കുവന്നമ്മേ, ഇയാളെ എനിക്കറിയാം. നിങ്ങളല്ലേ രാജൻ? അതെ, രാജനെന്ന് പേരുള്ളവരെ കണ്ടാൽ നിങ്ങൾക്ക് അരിശം കയറുമെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. മിസ്റ്റർ, നിങ്ങൾ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. ദേഷ്യം വന്നാലേ ഞാൻ മഹാമൂശട്ടയാ. ഇപ്പൊ തന്നെ നിങ്ങൾ ദേഷ്യത്തിലാണല്ലോ, പിന്നെ ബാക്കി പറയണോ? ഈ പെൺകുട്ടികളല്ലേ അവിടെ കിടന്ന് കാലും കൈവിട്ടടിക്കാൻ കാരണക്കാരൻ നിങ്ങളല്ലേ മിസ്റ്റർ? പെൺകുട്ടികൾ കൈയും കാലും വിട്ടടിക്കുന്നു. അതിന് കാരണക്കാരൻ ഞാനോ? കണ്ണടച്ചിട്ടാക്കണ്ട, എല്ലാം എനിക്കറിയാം. വ്യായാമം, ആരോഗ്യം, തടി കുറയ്ക്കൽ എന്നൊക്കെ പറഞ്ഞ് പെൺപിള്ളാരെ വഴിതെറ്റിക്കുകയല്ലേ നിങ്ങളുടെ തൊഴില്? ഓഹോ, എക്സർസൈസ് എടുക്കുന്നതിനെ പറ്റിയാണോ നിങ്ങൾ പറയുന്നത്? അതേപറ്റി തന്നെയാ പറയുന്നത്. എല്ലാവരുടെയും ആരോഗ്യം നന്നാക്കാൻ നിങ്ങൾ ആരാഹേ? ആരോഗ്യസ്വാമിയോ? അല്ലല്ല, ആരോഗ്യസ്വാമി ഞാനല്ല. ആരോഗ്യസ്വാമി എന്റെ ഗുരുനാഥനാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾ ആരാ? കുമാരി മാലതിയമ്മ, ഈ ഹോസ്റ്റൽ വാർഡൻ. മിസ് കുമാരി മാലതിയമ്മ ഇങ്ങനെ സംസാരിക്കുന്നത് തെറ്റാണ്. വ്യായാമത്തെ പറ്റിയുള്ള നിങ്ങളുടെ ധാരണ മാറ്റിയേ പറ്റൂ. നിങ്ങളുടെ കാര്യം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. നല്ല മനോഹരമായ നീണ്ട കണ്ണുകൾ, നല്ല ഭംഗിയുള്ള കൊച്ചു മൂക്ക്, നല്ല പുരികക്കുടി. മിസ് മാലതിയമ്മ ഒന്ന് വ്യായാമം ചെയ്ത് ശരീരം ഒന്ന് ചുരുക്കിയെടുത്താൽ സുപ്രസിദ്ധ സിനിമാ താരം ഹേമമാലിനിയേക്കാൾ മനോഹരിയായി തീരും. ഒന്ന് ചിന്തിച്ചു നോക്കൂ മിസ് മാലതിയമ്മേ, വ്യായാമം ചെയ്യേണ്ടത് ആവശ്യമാണോ ഇല്ലയോ എന്ന്. അമ്പട വീരാ, താനെന്തിനാണ് കരാറത്തോട് തടി കുറയ്ക്കാൻ നോക്കണേ? ഇവരുടെ കൂടെ തന്നെ കൂടിക്കോളൂടാ. ഇക്കാലം വരെയും ഒരു പെൺകുട്ടിയുടെ മുമ്പിലും ഈ ഗോപി തല കുനിച്ചു നിന്നിട്ടില്ല. ലല്ലിയുടെ മുമ്പിലാണ് ആദ്യം. ഞാൻ എന്തോ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ലല്ലി അതെല്ലാം മറക്കണം. ലല്ലിയെ കൂടാതെ എനിക്ക് ജീവിക്കാൻ സാധ്യമല്ല. എങ്കിൽ എളുപ്പം മരിക്കുന്നതാണ് നല്ലത്. ഞാൻ മരിക്കുന്നത് ലല്ലിക്ക് ആനന്ദം നൽകുമെങ്കിൽ മരിക്കാം. പക്ഷേ അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. ലല്ലി എന്റെ അപേക്ഷ ദയവായി സ്വീകരിക്കണം. ഇത് വലിയ ഉപദ്രവമായല്ലോ. എന്താ പരിഹസിക്കുകയാണോ? അല്ല, അവരെ പാട്ടുപാടി അഭിനന്ദിക്കുകയാണ്. അധികം കളിക്കുന്ന ആപത്താണ്. ഗോപി ആൺകുട്ടിയാണെങ്കിൽ ലല്ലി വിവാഹം കഴിക്കും. ലല്ലി പെൺകുട്ടിയാണെങ്കിൽ ഗോപി വിവാഹം കഴിക്കുന്നു. ഞാൻ മുത്തശ്ശനൊന്ന് കാണട്ടെ. ഓക്കെ, 1000 തവണ കാണണം. ചെന്നാട്ടെ. അതാ വരുന്നു അടുത്ത ഉപദ്രവം. മഹാഭാവി, വിവാഹം കഴിഞ്ഞിരുന്നെങ്കിലോ മറ്റൊരാളെ വിവാഹം കഴിക്കാൻ പോകുന്നു പറഞ്ഞിരുന്നെങ്കിലോ ഇതുപോലെയുള്ള ശല്യമൊന്നും വന്ന് ഉപദ്രവിക്കില്ലായിരുന്നു. വിവാഹവും വേണ്ട, ഒരു മണ്ണാൻ കട്ടിയും വേണ്ട. ഇയാളെ ഒരു പാഠം പഠിപ്പിക്കണമല്ലോ. എന്താ മാർഗം? ഇനി വാതിക്ക് കയറിപ്പോരുത്. അയാളെ വരുത്താതിരിക്കല്ലേ വേണ്ടു. ഞങ്ങളേറ്റു. ലല്ലി രമി അകത്തേക്ക് പോയിക്കോളൂ. നിങ്ങൾ അയാൾ കാണണ്ട. മിസ് ലല്ലിയെ ഒന്ന് കാണണമല്ലോ. നിങ്ങൾ ആരാണ്? ഭരത് കെ കേരൾ വാല. വാല?
നിങ്ങളല്ലേ ഇതിനു മുമ്പ് ഇവിടെ പട്ടിക്കാടാക്കാനായി വന്നിരുന്നത്? അത് വിദ്യാഭ്യാസം കിട്ടുന്നതിന് മുമ്പ്. എന്ത് വിദ്യാഭ്യാസം? പ്രേമത്തെ പറ്റിയുള്ള ഉന്നത വിദ്യാഭ്യാസം. ഏത് യൂണിവേഴ്സിറ്റിന്നാ അടിച്ചെടുത്തത്? പ്രേം കാ പൂനെ വാലെ അറിയില്ലേ? അദ്ദേഹം പഠിപ്പിച്ച ഡയലോഗ്സ് ആണ്. പ്ലീസ് ലല്ലിയെ ഒന്ന് വിളിക്കൂ. പുതുതായിട്ട് ചില ഡയലോഗ്സ് പറയാനുണ്ട്. ഡയലോഗ് തയ്യാറെടുപ്പ് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ കടലാസിലൊക്കെ എന്താണ്? പൂനെയുടെ ഡയലോഗ്, വെരി സ്ട്രോങ് ഡയലോഗ്. എവിടെ? ഒന്ന് വായിക്കൂ, കേൾക്കട്ടെ. ഇത് വായിച്ചു കേട്ടാൽ നിങ്ങളെല്ലാം പ്രേമത്തിൽ തലചുറ്റി താഴെ വീഴും. വായിക്കട്ടോ? എനിക്ക് വേണ്ട, കുഴപ്പമാ. ഞങ്ങൾ എല്ലാവരും കൂടെ പ്രേമത്തിൽ വീണാൽ നിങ്ങൾ കുഴങ്ങും. ലല്ലിയെ മാത്രം നേരിട്ട് വായിച്ച് കൽപ്പിച്ചാൽ മതി. ലല്ലി ലൈബ്രറിയിലുണ്ട്. എവിടെ? വരൂ, കാണിക്കാം. ബാത്റൂമിനകത്ത് കയറി വന്നിരിക്കുന്നു. കാവിലമ്മയാണ്, ഞാൻ അറിഞ്ഞില്ലേ? സ്ത്രീകൾ കുളിക്കുന്നത് കണ്ടപ്പോ എനിക്ക് അറിഞ്ഞുകൂടെ? സ്ത്രീകൾ കുളിക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഒരു പക്ഷെ അബ്ബാസ് കണ്ടു കാണുമായിരിക്കും. അപ്പ ഈ കള്ളനെ പിടിച്ച് പുറത്താക്കണം. അയ്യോ അയ്യോ, എന്റെ ഇരുന്ന് കടലാസ സോപ്പ് പൊട്ടിക്കകത്തായി പോയി. പൂരായുടെ ഡയലോഗാ. അത് വായിച്ച് ഒരു പക്ഷേ വാർഡനോ മറ്റോ എന്നോട് പ്രേമോ വെറും ഒരു സാധുവെന്ന് വിചാരിച്ച ഒരാളിങ്ങനെ പറഞ്ഞു കളിപ്പിക്കരുത്. വരൂ, വരൂ ഇങ്ങോട്ടെ. മുത്തച്ഛൻ ഇത്രയും വലിയ വീട്ടിൽ താമസിക്കുമ്പോൾ ലല്ലിയെ ഹോസ്റ്റലിൽ താമസിപ്പിക്കുന്നതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാകുന്നില്ല. എല്ലാവരും എല്ലാത്തിന്റെ അർത്ഥം മനസ്സിലാക്കാൻ പാടില്ല. എന്താ വക്കീലേ? എനിക്ക് പറയാനുള്ളത് ഞാൻ തുറന്നു പറയാം. പറ. ലല്ലിയെ ഉടനെ എനിക്ക് വിവാഹം കഴിച്ചു തരണം. പക്ഷെ അതിനൊരു കാര്യം ഗോപി, ലല്ലി അതിന് സമ്മതിക്കില്ല. മുത്തശ്ശൻ നിശ്ചയിച്ചാൽ ലല്ലി അതിനെതിരെ പറയില്ല. അത് ശരി. പക്ഷേ ഞാൻ അതിന് തയ്യാറില്ല. അവളുടെ ഇഷ്ടമാണ് എന്റെ ഇഷ്ടം. ഞാൻ അവളുടെ മുറച്ചെറുക്കനാണ്. അത് നീ അവളോട് നേരിട്ട് പറഞ്ഞ് സമ്മതിപ്പിക്കണം. അല്ലാതെ മുത്തശ്ശൻ ഇതിനൊരു തീരുമാനമെടുക്കില്ല അല്ലേ? ക്രോസ് വിസ്താരം കൊണ്ടൊന്നും ഫലമില്ല. മുത്തശ്ശൻ ഒരു കാലത്ത് ഇതിനെ ദുഃഖിക്കേണ്ടി വരും. അപ്പൊ ഞാൻ ഗോപി അറിയിക്കാം. വേറെ വിശേഷമൊന്നുമില്ലല്ലോ? ഇപ്പോഴൊന്നുമില്ല. ഇയാള് സ്വല്പം പെശകാണ്. ആകപ്പാടെ ഒരു മനസമാധാനം ഇല്ല. എല്ലാം ശരിയാകും. നമ്മുടെ പിള്ളേരുടെ പരിശ്രമം ഫലിച്ചില്ലെങ്കിലും ഞാനും അതേക്കുറിച്ച് ആലോചിക്കുകയല്ല. അല്ല, പിള്ളേർ അവരുടെ വഴിക്ക് പരിശ്രമിക്കട്ടെ, നമുക്ക് നമ്മുടെ വഴിക്കൊന്ന് പരിശ്രമിക്കാം. അങ്ങനെ ആകട്ടെ. നമസ്കാരം. മനസ്സിലായില്ല. ഞാൻ കുട്ടൻപിള്ള, ഇത് വക്കീൽ പിള്ള. ഞങ്ങൾ എറണാകുളത്ത് നിന്നും വരികയാണ്. സിംഗപ്പൂർ കുട്ടൻപിള്ളയാണല്ലേ? അതെ അതെ. എങ്ങനെ മനസ്സിലായി? ഞാനും ഇന്റർവ്യൂവിന് വന്നിട്ടുണ്ടായിരുന്നു. ബാക്കി കാര്യമെല്ലാം രാജൻ പറഞ്ഞു. ഞാൻ രാജന്റെ മുത്തച്ഛൻ പത്മനാഭപിള്ള. പത്മനാഭപിള്ള വക്കീലേ. ഞങ്ങൾ വന്ന കാര്യം മനസ്സിലായി. പക്ഷേ രക്ഷയില്ല. അവൻ ഒരു പിടിവാശിക്കാരനാണ്. മിസ്റ്റർ പത്മനാഭപിള്ള, ഓ, യു ആർ എ പിള്ള. ഐ ആം എ പിള്ള. യുവർ സൺ ഇസ് എ പിള്ള. മൈ ഡോട്ടർ ഇസ് എ പിള്ള. അവർ വക്കീൽ ഈസ് അനദർ പിള്ള. വി ആർ ഓൾ പിള്ളേ. അതുകൊണ്ട് ഈ കാര്യം ഒന്ന് പറഞ്ഞ് ശരിപ്പെടുത്തി. രക്ഷയില്ല പിള്ളേ. എന്നാൽ ഞങ്ങളൊന്ന് സംസാരിച്ചു നോക്കട്ടെ. തീർച്ചയായും. ആ മുറിക്കകത്തിരിപ്പുണ്ട്. നേരിട്ട് അങ്ങോട്ട് ചെന്നാൽ മതി. ഗുഡ് മോർണിംഗ്. ഞങ്ങൾ വന്നിട്ടുണ്ട്. നിങ്ങൾ എന്താ ആശുപത്രിയൊക്കെ നടക്കുന്നത്? ദേഷ്യപ്പെടരുത്. പ്രധാനമായ ഒരു കാര്യം സംസാരിക്കാനാണ് ഞങ്ങൾ വന്നത്. എനിക്കൊന്നും കേൾക്കണ്ട. വക്കീലെ, ഇങ്ങനെ ആയാൽ എന്താ ചെയ്യുക? മിസ്റ്റർ കുട്ടൻപിള്ളേ, നിങ്ങൾ മനുഷ്യ വെറുതെ ബോർഡിക്കരുത്. എനിക്ക് ഇക്കാര്യത്തിൽ ഇഷ്ടമുള്ള ഞാൻ തീർത്ത് പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ അങ്ങ് തീർത്ത് പറയരുത്. രാജന് വേണ്ടി ഇപ്പോഴും ആ വേക്കൻസി ഒഴിച്ചിട്ടിരിക്കുകയാണ്. ഒന്നുകൂടി ഒന്ന് ആലോചിക്കണം. ആലോചിക്കാനൊന്നുമില്ല. ആ വേക്കൻസിയിൽ വേറെ ആളെ നിയമം. രാജൻ പ്ലീസ്, ഇക്കാര്യം പറഞ്ഞ് മേലെ എന്നെ ബുദ്ധിമുട്ടിക്കാൻ പറ്റുന്നു. എനിക്കത് ഇഷ്ടമില്ല. വേണം മതി. മനസ്സ് മാറിയാൽ കമ്പി അടിക്കണം. പിന്നെ കാണാം. കാണണ്ട. കാണണ്ട. കാണണം. അപ്പൊ പിന്നെ കാണാം. കാണണ്ട.
ഇങ്ങോട്ട് വാങ്ങി എടി നമ്മുടെ മോൻ ഭരതന്റെ കത്തുണ്ട്. എന്തുണ്ട് വിശേഷം? ആ കേട്ടു. പ്രിയപ്പെട്ട അച്ഛനും അമ്മയും കൂടി സമയം പോലെ വായിച്ചറിയാൻ മകൻ ഭരതൻ എഴുതുന്നത്. ഞാൻ മദ്രാശിയിലേക്ക് വന്ന കാര്യം ഏറ്റവും മംഗളമായി കലാശിച്ചിരിക്കുന്നു. വിവാഹത്തിന് തീയതി കുറിക്കുക മാത്രമേ ഇനി വേണ്ടൂ. ഒരു 10 ദിവസം കൂടെ ഞാൻ ഇവിടെ തങ്ങേണ്ടി വരും. അതുകൊണ്ട് കത്ത് കിട്ടിയാലുടൻ കുറെ പണം അയച്ചു തരണം, ചെലവ് വളരെ കൂടുതലാണ് എന്ന് സ്വന്തം മകൻ ഭരതൻ. എന്നാലും നമ്മൾ വിചാരിച്ച കാര്യം ഉണ്ടെന്നൊന്നുമല്ല അവൻ. പറ്റിച്ചോളഞ്ഞില്ലേ കാര്യം? ആ രാഘവൻ പിള്ളയും കെട്ടിയോളും തോറ്റു. അവരുടെ മകൻ അങ്ങ് ലോകൈക സമർത്ഥനാണെന്നല്ലേ ഭാവം. എന്നിട്ടിപ്പോ എന്തായി? എന്റെ മകൻ അവനെ തോപ്പിച്ചു. എടീ എങ്ങനെയായാലും സന്താനം എന്റെ വലിയ. പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കാൻ നേരമില്ല. നമുക്ക് ഉടനെ മദ്രാസിലേക്ക് പുറപ്പെടണം. മുത്തച്ഛനെ ചെന്ന് കണ്ട് കല്യാണം ഉടനെ നടത്തിക്കണം. സംസാരിക്കാൻ നേരമില്ല. ഇല്ല, ഒരു കാര്യം ചെയ്യ്, നീ ഒരുങ്ങിക്കോ, നമുക്ക് അടുത്ത വണ്ടിക്ക് വേണ്ടി പോകാം. രമണിക്ക് എന്നെ ഇഷ്ടമാണോ? അതെ. എന്നാ എന്നെ കല്യാണം കഴിക്കാമോ? അച്ഛന്റെ സമ്മതം വാങ്ങണം. അതൊക്കെ ഞാൻ വാങ്ങാം. ഞാൻ എല്ലാം ആലോചിച്ചുറച്ചിരിക്കുകയാണ്. എനിക്ക് ഇന്നും ഒരു നല്ല ഉശിര. എനിക്ക് ആരെയും പേടി, ഒട്ടും പേടി. അയ്യോ, അവരെവിടെ? ഞങ്ങളിവിടെ ഉണ്ട്. ഇനിയും ഞങ്ങളെ ചണ്ട പൊട്ടിക്കാനാണോ ഭാവം? അല്ല, നിങ്ങൾക്ക് രണ്ടുപേർക്കും കൺഗ്രാജുലേഷൻസ് പറയാൻ. ആത്മാർത്ഥമായിട്ട് പറയണം. അതെ. എന്നാ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ഉപകാരം ചെയ്യണം. ഞങ്ങൾ രണ്ടുപേരെയും പറ്റി മുത്തശ്ശനോട് പറഞ്ഞ് ഞങ്ങളുടെ രണ്ടുപേരുടെയും കല്യാണം നടത്തിച്ചു തരാൻ ലല്ലിയോട് പറയണം. തീർച്ചയായും പറയാം. മുത്തശ്ശന്റെ മുമ്പില് അച്ഛന്റെയും അമ്മയുടെയും വാശി പോവുകയില്ല. നിങ്ങൾ രണ്ടുപേരുടെയും സഹായം ഞങ്ങൾക്കും വേണം. അയ്യോ, എന്തിന്? ഞങ്ങളെല്ലാം ചേർന്ന് പ്ലാനിട്ട് ചില കാര്യങ്ങൾ നടത്തുന്നുണ്ട്. ലല്ലിയെ വിവാഹം കഴിപ്പിക്കാൻ. വിശദമായിട്ട് പറയാം. വരും. ആരാടാ? ലല്ലിമോനാ? പക്ഷേ കളി നിർത്താം. എന്താടാ? മുത്തശ്ശനെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട്. ആരാ വന്നിരിക്കുന്നത്? ഭരതനോ? നീ എന്താടാ വിളിച്ചു നിൽക്കുന്നത്? ഇങ്ങോട്ട് വാ. വളരെ സങ്കടത്തിലാണ്. എന്താടാ ഭരത സങ്കടം? കാര്യം തുറന്നു വരാ. രമണി, ഇങ്ങോട്ട് വരൂ. കാര്യം മനസ്സിലായില്ലല്ലോ. ഇതാണ് എന്റെ സങ്കടം. വക്കീലേ, കരുതേട്ടനെ ഈ കുട്ടിയെ വിവാഹം കഴിക്കണമെന്ന്. ആഹാ, ഇതാണോടാ കാര്യം? അത് മുത്തശ്ശൻ തന്നെ നടത്തി കൊടുക്കണം. അയ്യോ, ഈ ഒരു അമ്മ അറിഞ്ഞാൽ അമ്മ എന്നെ കൊന്നുകളയും. എന്താ ശങ്കര? ഭരതൻ പിള്ളയുടെ അച്ഛനും അമ്മയും വരുന്നുണ്ട്. മോനെ, നീ ഒരു കാര്യം ചെയ്യും. ഇതേ ഇവരെ ആ ബെഡ്റൂമിൽ കൊണ്ടുപോകും. ഇരിക്കണം. കരുതേണ്ടി കാര്യം തൊട്ട് ഒന്നിക്ക്. വേണ്ട 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 വേണ്ട. സന്തോഷ വർത്താനം മുത്തച്ഛനെ അറിഞ്ഞു കാണുമല്ലോ. രണ്ടുപേരും തമ്മിൽ വലിയ ഇഷ്ടമാണ്. വലിയ ഇഷ്ടം. അപ്പൊ ഈ കല്യാണം ഉടനടി നടത്തുന്നതിൽ നിങ്ങൾക്ക് എതിരഭിപ്രായമില്ല? എല്ലാം മുത്തച്ഛന്റെ ഇഷ്ടം. എനിക്ക് സന്തോഷം കൊണ്ട് സഹിക്കാൻ വയ്യ. എനിക്കും. എന്റെ പൊന്നു മക്കളെ ഒരു നോക്ക് കാണാൻ വൈകി. അവരെവിടെയാ മുത്തച്ഛ? ഇവിടെ ഉണ്ടല്ലോ. എവിടെ? ഭരതാ, താൻ നിന്റെ അച്ഛനും അമ്മയും വന്നിരിക്കുന്നു. ഇങ്ങോട്ട് വരൂ. രണ്ടുപേരും കുഞ്ഞുവിന്റെയും കാർത്തിയാനിയുടെയും കാലയെ തൊട്ട് നമസ്കരിക്കണം. അയ്യോ, ഇവളാണോ? ഇവളേനാടാ? ഭരതൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി. അയ്യോ, കൊക്കിന് വെച്ചത് കുളക്കോഴിക്ക് കൊണ്ടല്ലോ. നിങ്ങളൊന്ന് മിണ്ടാതിരിക്കണം. എടാ, എന്താണ് അതിന്റെ അർത്ഥം? വിവാഹം. ചൂളെ. പിന്നെ ആണുങ്ങളെ മൊത്തം ചൂലെന്ന് വിളിക്കരുത്, എനിക്ക് ദേഷ്യം വരും. അയ്യോ, എവിടെ വന്നടാ നിനക്ക് ധൈര്യം? വാടാ ഇങ്ങോട്ട്. മനസ്സില്ല. നീ അങ്ങോട്ട് വരുമല്ലോ, അപ്പൊ പറയാം. ഇനിയേ ഞാൻ അങ്ങോട്ടില്ല. എന്തായിരുന്നാലും ഭരതൻ രമണിയെ വിവാഹം കഴിക്കും. മാനം വേണമെങ്കിൽ രണ്ടുപേരും ചേർന്ന് അത് ഭംഗിയായിട്ട് നടത്തി കൊടുക്കണം. സാധ്യമല്ല. എന്നാ അങ്ങ് പോയാട്ടെ. വിവാഹം ഞാൻ നടത്തും. ഭരതൻ ഇനി അങ്ങോട്ടില്ല. അവന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നടത്തിക്കൊള്ളാം. ക്ഷണക്കത്ത് അങ്ങോട്ട് അയക്കാം. സൗകര്യപ്പെട്ടാൽ രണ്ടുപേരും വരും. വരും വരും. ഇനി എന്നാണ് നിൽക്കുന്നു? വന്നോട്ടെ. മോനെ ഭരത, എന്തോ ഈ തറവാട്ടിൽ മുത്തച്ഛന്റെ വീരശൂര പരാക്രമം നിനക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂടാ വക്കീല്.